രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും സമ്പൂർണ്ണ ബജറ്റ് അവതരണം ധനമന്ത്രി തുടങ്ങി. റോഡുകൾക്കും പാലങ്ങൾക്കുമായി 2025-26 സംസ്ഥാന ബജറ്റിൽ 3061 കോടി രൂപ വകയിരുത്തി. സീപ്ലെയിൻ ഹെലി ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ 20 കോടി, ലൈഫ് മിഷനിൽ 1 ലക്ഷം വീടുകൾ നിർമ്മിക്കും. ഇതിനായി 1760 കോടി രൂപ വകയിരുത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. ബഡ്ജറ്റിൽ ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തി. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശം സംരക്ഷിക്കും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ വർഷം PF-ൽ ലയിപ്പിക്കും. സംസ്ഥാനം വലിയ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തെന്നും എല്ലാം നിലച്ചു പോകുന്ന സ്ഥിതി മറികടന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ടൂറിസം കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര പദ്ധതിയായ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി സീപ്ലെയിൻ ടൂറിസം ഹെലിപോർട്ടുകൾ, ചെറിയ വിമാനത്താവളങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. ഇന്ത്യയെ ഒരു കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് തുടർച്ചയായി കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കുടുംബശ്രീ എന്നിവയെ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപ്പാദനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ.